ഹായ് ഓൾ, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ക്ലാസ് 2 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ആൻഡ് വേരിയസ് കമ്മീഷൻസിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്വാസി ജുഡീഷ്യൽ ബോഡി എന്താണെന്ന് നോക്കാം. കാരണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റ് ചില കമ്മീഷൻസിന് ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്ന നേച്ചർ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ഹാസ് പവർ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലോ ബട്ട് നോട്ട് എ കോർട്ട്. കോടതികളല്ല, പക്ഷേ ചില നിയമങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ള അധികാരമുണ്ട്. രണ്ടാമതായി ഇൻക്വയർ ഇൻവെസ്റ്റിഗേറ്റ് ലീഗൽ പെനാലിറ്റി ടു എനി പേഴ്സൺ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അല്ലെങ്കിൽ വ്യക്തികൾക്കും എതിരെയുള്ള ചില കേസുകൾ അന്വേഷിക്കാനും അവർക്ക് ലീഗലായിട്ടുള്ള പണിഷ്മെൻറ്റ്സ് കൊടുക്കാനുമുള്ള അധികാരം ക്വാസി ജുഡീഷ്യൽ ബോഡീസിനുണ്ട്. അടുത്തതായിട്ട് വേർഡിക്റ്റ് ഈസ് നോട്ട് ഫൈനൽ. അപ്പീലിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് എന്താണ് ഇവരെ ലീഡ് ചെയ്യുന്നത്, ഇവരെ നയിക്കുന്നത് എന്ത് പ്രിൻസിപ്പിളാണ്? പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആണ്. നിങ്ങൾ ലാസ്റ്റ് പോർഷനിലോട്ട് പഠിക്കും എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്നുള്ളത്. കേരള ഗവേണൻസിൻ്റെ അവസാന പോർഷനിലോട്ട് പഠിക്കും. ഇനി സ്പെസിഫിക് പർപ്പസ്, ഒരു പ്രത്യേകം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ് ക്വാസി ജുഡീഷ്യൽ ബോഡീസ് വർക്ക് ചെയ്യുന്നത്. കുറച്ച് ക്വാസി ജുഡീഷ്യൽ ബോഡീസിൻ്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് CAG, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ, ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ, റെയിൽവേ ക്ലെയിംസ് ട്രിബ്യൂണൽ എക്സെട്ര. അപ്പോൾ ഇതൊക്കെ അതൊരു പർട്ടിക്കുലർ ആക്ടിൻ്റെ പുറത്ത് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ അതിൻ്റെ കീഴിലുള്ള ക്ലോസസ് നടപ്പിലാക്കാൻ വേണ്ടി വന്നതായിരിക്കാം. ഉദാഹരണം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010 നിലവിൽ വന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഉള്ളത്. അതുപോലെ ഇൻകം ടാക്സ് ആക്ടിൻ്റെ കീഴിൽ പറയുന്ന കേസസ് കൈകാര്യം ചെയ്യാനാണ് ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ നിലനിൽക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഇത് റെഗുലേറ്ററി ബോഡിയാകാം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാകാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ പ്രത്യേകതകൾ. ഇനി നമുക്ക് ഓരോ കമ്മീഷൻസ് ആയിട്ട് നോക്കിയാലോ. ആദ്യമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ. നമ്മുടെ എക്സാം നടത്തുന്നതും നമ്മൾ റിക്രൂട്ട് ചെയ്യാനായിട്ട് പോകുന്നതുമൊക്കെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് പ്രതിപാദിക്കുന്നത്. ആദ്യമായിട്ട് ആർട്ടിക്കിൾ 315 എന്താണ് അതിൽ പറയുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഫോർ ദ യൂണിയൻ ആൻഡ് ഫോർ ദ സ്റ്റേറ്റ്. അതായത് ഇതിന് കീഴിൽ 3 പോയിന്റ്സ് പറയുന്നുണ്ട്. 3ഉം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഒന്നാമത്തേത്, യൂണിയന് വേണ്ടി ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും വേണമെന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണെന്നിരിക്കട്ടെ. അതായത് അവർക്ക് വേണ്ടി ഒരു ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ വേണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ബൈ ലോ, ഒരു ലോ പ്രകാരം അവർക്ക് വേണ്ടി ഒരു ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കും. ഇവിടെ തന്നെ ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്? ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇസ് എ നോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെന്നുള്ള പോയിന്റ് ഈ പോയിന്റിൽ തന്നെയുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് മൂന്നാമത്തത്, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലെ ഗവർണർ റിക്വസ്റ്റ് ചെയ്യുകയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട്, അതായത് തങ്ങളുടെ സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷനെ അസിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി നിങ്ങൾ ഏറ്റെടുത്ത് നടത്തണമെന്ന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവർണർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ UPSC അതിന് ബാധ്യസ്ഥനാണ്. ഓക്കെ, അതാണ് 315 പറയുന്ന 3 കാര്യങ്ങൾ. അടുത്ത 316 എന്താണ് പറയുന്നത്? അപ്പോയിൻമെന്റ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ഓഫ് മെമ്പേഴ്സ്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഇവരുടെ ഓഫീസ് കാലാവധി എത്രയാണ്? അപ്പോയിന്റ് ചെയ്യുന്നത് UPSCയെയും ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെയും പ്രസിഡന്റാണ്. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറും. ഇനി ഇവരുടെ ടേം എന്താണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനായാലും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനായാലും അംഗങ്ങൾ 6 വർഷ കാലാവധിയിലേക്കാണ് നിയമിക്കപ്പെടുന്നത്. എന്നാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾ 65 വയസ്സുവരെയും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾ 62 വയസ്സുവരെയും കാലാവധിയിൽ തുടരും. അടുത്തതായിട്ട് ആർട്ടിക്കിൾ 317, റിമൂവൽ ആൻഡ് സസ്പെൻഷൻ ഓഫ് എ മെമ്പർ ഓഫ് എ പബ്ലിക് സർവീസ് കമ്മീഷൻ. റിമൂവ് ചെയ്യുന്നതും സസ്പെൻഡ് ചെയ്യുന്നതും രണ്ട് ആൾക്കാരാണ്. എൻറ്റയർലി ഡിഫറൻ്റ് അല്ല, എങ്കിലും ചെറിയൊരു പോയിന്റ് അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണെന്ന് നോക്കിയാലോ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ ആയാലും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ആയാലും അംഗങ്ങളെ റിമൂവ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ. പക്ഷെ അവരെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡന്റിനാണ്. ഈ പോയിന്റ് അടിവരയിട്ട് ഓർക്കണം. കാരണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണെങ്കിലും റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. ഓക്കെ, ഈ 2 കമ്മീഷൻ നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു. അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്, റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. ഓക്കെ, അടുത്തതായിട്ട് സസ്പെൻഷൻ്റെ കാര്യം എടുത്താൽ സസ്പെൻഡ് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റി തന്നെയാണ്. അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെയും ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെയും അംഗങ്ങളെ
സസ്പെൻഡ് ചെയ്യുന്നത് പ്രസിഡന്റ് തന്നെയാണ്. അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യും. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നത് ഗവർണറാണ്. അടുത്തതായിട്ട് 318 ആർട്ടിക്കിൾ 318 എന്താണ് പറയുന്നത്? പവർ ടു മേക്ക് റെഗുലേഷൻസ് ആസ് ടു കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് സ്റ്റാഫ് ഓഫ് ദ കമ്മീഷൻസ്. കമ്മീഷനിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളുടെ കണ്ടീഷൻസ് ഓഫ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർക്കാണ് ഉണ്ടാക്കാനുള്ള അധികാരം? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും റെഗുലേഷൻസ് റൂൾസും ഇവരുടെ കണ്ടീഷൻസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ടത് ഉണ്ടാക്കാൻ പ്രസിഡന്റിനാണെങ്കിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഗവർണറിനാണ്. അവിടെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അടുത്ത ആർട്ടിക്കിൾ 319 പ്രൊഹിബിഷൻ ആസ് ടു ദ ഹോൾഡിംഗ് ഓഫ് ഓഫീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ഓൺ സീസിംഗ് ടു ബി സച്ച് മെമ്പേഴ്സ്. അതായത് അവരുടെ ഓഫീസ് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു പദവികൾ വഹിക്കാൻ പാടില്ല. സെൻട്രൽ ഗവൺമെൻറ്റിനായാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായാലും മറ്റ് ജോലികൾ ചെയ്യാൻ പാടുള്ളതല്ല. പക്ഷേ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗമാകാനോ ചെയർപേഴ്സൺ ആകാനോ സാധിക്കും. അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗമാകാനോ ചെയർപേഴ്സൺ ആകാനോ സാധിക്കും. ഇത് പ്രത്യേകം ഓർമ്മിക്കുക. അടുത്തതായിട്ട് ആർട്ടിക്കിൾ 320 ഫങ്ഷൻസ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻസ്. സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം നമ്മൾ കുറച്ച് കാലമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷനിലെ എക്സാംസ് എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ഇടും, എക്സാം കണ്ടക്ട് ചെയ്യും. ഇതെല്ലാം ഇവരുടെ ഡ്യൂട്ടിയാണ്. ഇത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 അതിലധികമോ സംസ്ഥാനങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അങ്ങനെയാണെങ്കിൽ ഒരു ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കും. ഇനി ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആ സംസ്ഥാനങ്ങളുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഡ്യൂട്ടീസ് ഏറ്റെടുത്ത് നടത്തും. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില തത്വങ്ങൾ, ചില പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കും. സർവീസിലിരിക്കുന്നവരുടെ ഡിസിപ്ലിനറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവരോട് കൺസൾട്ട് ചെയ്തിട്ടാണ് തീരുമാനിക്കേണ്ടത്. സംസ്ഥാനങ്ങളായാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും UPSC-യുമായിട്ടും PSC-യുമായിട്ടും കൺസൾട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് ആർട്ടിക്കിൾ 320. ഇനി ആർട്ടിക്കിൾ 321 എന്താണ് പറയുന്നത്? പവർ ടു എക്സ്റ്റെൻഡ് ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻസിന് ഇപ്പോഴുള്ള ഫങ്ഷൻസ് മാത്രം പോരാതെ, അല്ലെങ്കിൽ പവർ കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടെ അഡീഷണൽ ആയിട്ട് നൽകണം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് അതിനുള്ള അധികാരം? UPSC-ക്ക് കുറച്ച് പവേഴ്സ് കൂടുതൽ കൊടുക്കണമെങ്കിൽ പാർലമെൻറ്റിനും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻസിനാണ് അധികാരം കൂടുതൽ നൽകണമെങ്കിൽ അത് സംസ്ഥാന ലെജിസ്ലേച്ചേഴ്സുമായിരിക്കണം നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. അടുത്തതായിട്ട് 322 എക്സ്പെൻസസ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻസ്. എക്സ്പെൻസസ് ആർ ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് റെസ്പെക്റ്റീവ്ലി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കാര്യമാണെങ്കിൽ അത് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ചാർജ് ചെയ്യും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻസിൻ്റെ അതത് സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ചാർജ് ചെയ്യും. ഇനി അവസാനത്തെ ആർട്ടിക്കിൾ എന്താണ്? പബ്ലിക് സർവീസ് കമ്മീഷൻസ് ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ഇവിടെയും ഒരു ചെറിയ ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കൺഫ്യൂഷനൊന്നും വേണ്ട, പ്രസിഡന്റിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെങ്കിലോ അവിടെയും കൺഫ്യൂഷൻ വേണ്ട, അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റി ഗവർണറിനെയാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പക്ഷേ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെങ്കിലോ അതത് സംസ്ഥാനങ്ങളുടെ ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് ആണോ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ വഹിക്കുന്നത്, അതത് സംസ്ഥാന ഗവർണർക്കായിരിക്കണം ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ നോക്കി. അപ്പോൾ ഈ വ്യവസ്ഥ പ്രകാരം രൂപീകരിച്ച യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയും നമ്മുടെ സംസ്ഥാനത്തെ കേരള PSC പറ്റി നമുക്ക് പഠിച്ചാലോ. ആദ്യമായിട്ട് UPSC എങ്ങനെയാണ് നിലവിൽ വന്നത്, അതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് അറിയണ്ടേ. ആദ്യമായിട്ട് നമുക്ക് മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ് അറിയാം, 1919 വന്ന അല്ലേ. അപ്പോൾ ആ സമയത്ത് ആ ആക്ടിൻ്റെ കീഴിലുള്ള സെക്ഷൻ 96 പ്രകാരവും ലീ കമ്മീഷൻ റിപ്പോർട്ട് 1924 അവർ കുറച്ച് റെക്കമെൻഡേഷൻസ് സമർപ്പിച്ചായിരുന്നു. അത് പ്രകാരവുമാണ് 1926 ഒക്ടോബർ 1 ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. ആദ്യ ചെയർമാൻ ആരായിരുന്നു? സർ റോസ് ബാർക്കർ. അതിന് ചെയർമാനെ കൂടാതെ 4 അംഗങ്ങളും ഉണ്ടായിരുന്നു. ഇനി ഇവരുടെ ചുമതലകളെ പറ്റി 1919 ആക്റ്റിൽ പ്രത്യേകിച്ചൊന്നും പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു സെക്ഷൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു കമ്മീഷനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഫങ്ഷൻസ് പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് 1926 ഒക്ടോബർ 1 നിലവിൽ വന്ന്
ഈ കമ്മീഷൻ എന്തൊക്കെ ചുമതലകളാണ് വഹിക്കേണ്ടത് എന്നുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഒരു റൂൾ ഉണ്ടായി. 1926 പബ്ലിക് സർവീസ് കമ്മീഷൻ റൂൾസ് എന്നായിരുന്നു ഈ റൂൾസിൻ്റെ പേര്. അത് ഏതിൻ്റെ കീഴിലാണ് വന്നത്? 1919 ആ ആക്ടിൻ്റെ കീഴിലുള്ള സെക്ഷൻ 96C സബ് സെക്ഷൻ 2 പ്രകാരമാണ് ഈ റെഗുലേഷൻസ്, ഈ റൂൾസ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു ഹിസ്റ്റോറിക്കൽ മൂവ്മെൻ്റാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. കാരണം എന്താണ്? ആദ്യമായിട്ടാണ് ഫെഡറൽ വ്യവസ്ഥ ഇന്ത്യയിൽ വിഭാവനം ചെയ്യപ്പെടുന്നത്. അങ്ങനെ നമുക്ക് ഫെഡറൽ കാര്യങ്ങൾക്ക് വേണ്ടി, പ്രോവിൻസസിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോവിൻസസിന് വേണ്ടി പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലൊരു വ്യവസ്ഥ വരികയാണ് 1935 ആക്ടിൻ്റെ കീഴിൽ. അങ്ങനെ 1937 ഏപ്രിൽ 1 ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. ഇനി അത് ഏത് കാലം വരെയാണ് തുടർന്നത്? 1950 ജനുവരി 26 വരെയാണ് തുടർന്നത്. ആ ഡേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറുകയാണ് അല്ലേ. ഇന്ത്യയുടെ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഫെഡറൽ എന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ പറയുന്നേ ഇല്ല അല്ലേ. അപ്പോൾ ഈ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന പേര് മാറി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന പേരിൽ അത് രൂപീകൃതമായി. ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ മനോജ് സോണിയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കാര്യത്തിലോട്ട് വരാം. ആർട്ടിക്കിൾ 320 കീഴിൽ പറയുന്ന ഡ്യൂട്ടീസാണ് കേട്ടോ. 323 റിപ്പോർട്ടുകളെ പറ്റിയാണ് പറയുന്നത്. 320 ക്ലോസ് 3 കീഴിൽ പറയുന്ന ഫങ്ഷൻസ് നിർവഹിക്കാൻ ആണ്, ചുമതലകൾ നിർവഹിക്കാനും സർക്കാരിനെ ഈ റിക്രൂട്ട്മെൻറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉപദേശിക്കാനുമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ അതത് സംസ്ഥാനങ്ങളിലുള്ള പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ രൂപീകൃതമാകുന്നത്. അപ്പോൾ നമ്മുടെ കേരള PSCയുടെ ആസ്ഥാനം എവിടെയാണ്? എല്ലാവർക്കും അറിയാം. നമ്മൾ ജോലിയൊക്കെ കിട്ടുമ്പോൾ വെരിഫിക്കേഷന് പോകുന്നതും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലേ, PSCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പട്ടത്താണ്, തുളസി ഹിൽസാണ് ആസ്ഥാനം. ഇനി നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ കമ്മീഷണർ ആരാണ്? GR നോക്സ് ആണ്. 1936 ജൂൺ 14 രൂപീകൃതമാകുന്നത്. ഇനി 1936 ഇനി ഈ തിരുവിതാംകൂറിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇനി കൊച്ചിയുടെ കാര്യം വന്നാലോ, 1936 കൊച്ചിൻ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് എന്ന് പറയുന്നൊരു ബോർഡ് രൂപീകരിച്ചു. അതുപോലെ കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 1947 പിന്നീട് നിലവിൽ വരികയാണ്. ഇനി 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം, അന്ന് തിരുക്കൊച്ചി ഒരുമിച്ചു. അതിനു വേണ്ടി 1949 ജൂലൈ 1 ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ ട്രാവൻകൂർ ആൻഡ് കൊച്ചി, അങ്ങനെ ഒരുമിച്ച് തിരുവിതാംകൂറും കൊച്ചിക്കും വേണ്ടി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ വരികയാണ്. ഡേറ്റ് ആ തിരുക്കൊച്ചി നിലവിൽ വന്ന അതേ വർഷം തന്നെയാണ് 1949 ജൂലൈ 1. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി 1950 ജനുവരി 26 വരാൻ, വീണ്ടും നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന ആ സമയം ഇതിൻ്റെ ചുമതലകളെല്ലാം തന്നെ മാറുകയാണ്. ആ സമയത്ത് UPSC വന്നു കേരളത്തിൽ. പക്ഷേ കേരളം അപ്പോൾ രൂപീകൃതമായിട്ടില്ല. അപ്പോഴും ഈ തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെയാണ് അന്ന് കൈമാറിയ, ആ കോൺസ്റ്റിറ്റ്യൂഷൻ കൈമാറിയ ഡ്യൂട്ടീസ് നിർവഹിച്ചിരുന്നത്. ഏതുവരെ? നമ്മുടെ കേരള സംസ്ഥാനം ഒഫീഷ്യലി 1956 നവംബർ 1 നിലവിൽ വരുന്നത് വരെയും ഈ തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നവംബർ 1 1956 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമാവുകയാണ്. ആദ്യ ചെയർമാൻ ആരാണ്? VK വേലായുധൻ. ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ MR ബൈജു. 21 അംഗങ്ങളാണ് ഇപ്പോൾ PSC നിലവിലുള്ളത്. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടത്തെ തുളസി ഹിൽസിലാണെന്ന് നമ്മൾ പറഞ്ഞു. കേരള PSCക്ക് 3 റീജിയണൽ ഓഫീസസ് ഉണ്ട്. ഒന്ന് കൊല്ലം, എറണാകുളം, കോഴിക്കോട്, ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. അതുമാത്രമല്ല എല്ലാ ജില്ലകളിലും റവന്യൂ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്റ്റ് ഓഫീസസ് PSCക്കുണ്ട്. അടുത്തതായിട്ട് നമുക്ക് തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, അതായത് കമ്മീഷൻ്റെ PSCയുടെ ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ ചെയർമാൻ ആണെന്ന് എഴുതാനുള്ളൊരു ടെൻഡൻസി ചിലപ്പോൾ വരാം. പക്ഷേ തെറ്റാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഹെഡ് ഓഫ് ദ ഓഫീസ്, അതിൻ്റെ ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ കമ്മീഷനാണ് നിയമിക്കുന്നത്. ഗവർണറിൻ്റെ പ്രയർ അപ്രൂവലോടുകൂടെയാണ് ഈ സെക്രട്ടറിയെ നിയമിക്കുന്നത്. അപ്പോൾ PSCയുടെ ഹെഡ് ഓഫ് ദ ഓഫീസ് ആരാണെന്ന് ചോദിച്ചാൽ സെക്രട്ടറിയാണ്, മറക്കരുത്. അടുത്തതായി നമുക്ക് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റി പഠിക്കാം, അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ ഇതിൻ്റെ രൂപീകരണത്തിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആശ്രയിച്ചിട്ടുള്ള നിയമം എന്ന് പറയുന്നത് 1993 ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്റ്റ് ആണ്. അപ്പോൾ ഈ ആക്റ്റിൽ മൊത്തത്തിൽ 8 ചാപ്റ്റേഴ്സും ഏതാണ്ട് ഒരു 43ഓളം ആർട്ടിക്കിളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ
ചാപ്റ്റർ 5 പ്രകാരമാണ് നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. എല്ലാ സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗത്താണ് പറയുന്നത്, ചാപ്റ്റർ 5. അപ്പോൾ അതിനു മുമ്പ് ചാപ്റ്റർ 2 അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വ്യവസ്ഥകൾ പറയുന്നത്. അതുപോലെ ചാപ്റ്റർ 3 ഇതിൻ്റെ ഫങ്ഷൻസ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഫങ്ഷൻസിനെ പറ്റി പറയുന്നത്. ചാപ്റ്റർ 5 നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റി പറയുന്നു. അപ്പോൾ കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് നമുക്ക് നോക്കാം. നമുക്ക് മെയിൻസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെയാണ് കുറച്ചുകൂടെ സെക്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മുടെ കേരള ഗവേണൻസിൽ ഈ ഒരു ബോഡിയുടെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. എങ്കിലും നമുക്ക് നോക്കാം. സബ്ജക്റ്റ് മാറ്ററും സെഷൻസും പറയാം. സെഷൻ 21, അതായത് 1993 ആക്ടിലെ സെഷൻ 21 എന്താണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുകളുടെ രൂപീകരണത്തെ പറ്റിയാണ് സെഷൻ 21 പറയുന്നത്. ചാപ്റ്റർ 5 സെഷൻ 21 മറക്കരുത്. ഇനി സെഷൻ 22 എന്താണ് പറയുന്നത്? അപ്പോയിൻമെൻറ്റ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് കമ്മീഷൻ, സംസ്ഥാന കമ്മീഷൻ്റെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നു. ഇനി സെഷൻ 23 എന്താണ് പറയുന്നത്? റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഓഫ് എ ചെയർപേഴ്സൺ ഓർ എ മെമ്പർ ഓഫ് ദ സ്റ്റേറ്റ് കമ്മീഷൻ. ഇനി സെഷൻ 24 ടേം ഓഫ് ഓഫീസ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് കമ്മീഷൻ, സംസ്ഥാന കമ്മീഷനിലുള്ള അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? ഇനി സെഷൻ 25 എന്താണ് പറയുന്നത്? മെമ്പർ ടു ആക്ട് as ചെയർപേഴ്സൺ ഓർ ടു ഡിസ്ചാർജ് ഹിസ് ഫംഗ്ഷൻ ഇൻ സർട്ടൻ സർക്കംസ്റ്റൻസ്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില അംഗങ്ങൾക്ക് ചെയർപേഴ്സൻ്റെ ചുമതലകൾ വഹിക്കേണ്ടതായിട്ട് വരും. ഇനി സെഷൻ 26 എന്താണ് പറയുന്നത്? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് കമ്മീഷൻ. സെഷൻ 27 ഓഫീസേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് ഓഫ് ദ കമ്മീഷൻ, കമ്മീഷൻ അംഗങ്ങൾ മാത്രമല്ല, ഇവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടപ്പിലാക്കാൻ വേണ്ടി കുറച്ച് അംഗങ്ങൾ അവിടെ കാണും. ഇനി 28 പറയുന്നത് ആനുവൽ ആൻഡ് സ്പെഷ്യൽ റിപ്പോർട്ട് ടു ദ സ്റ്റേറ്റ് കമ്മീഷൻ, ആർക്കൊക്കെയാണ് സ്റ്റേറ്റ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇനി സെഷൻ 28 പ്രകാരം ആപ്ലിക്കേഷൻ ഓഫ് സർട്ടൻ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ടു സ്റ്റേറ്റ് കമ്മീഷൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ട 28 ഇവർ റിപ്പോർട്ട് കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്, ഗവർണറിനല്ല എന്ന് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വന്നത്? 1998 ഡിസംബർ 11, 1998 ഡിസംബർ 11 വന്നത്. ഇനി ഇവരുടെ അധികാര പരിധി ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഏതൊക്കെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സ് കേസസ് ആണ് ഇവർക്ക് എടുക്കുന്നത് നോക്കാം. സ്റ്റേറ്റ് ലിസ്റ്റ് 2, 7th ഷെഡ്യൂളിലെ സെക്കൻഡ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റാണ്. അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റ് 3 തേർഡ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പരിഗണനയ്ക്ക് എടുക്കുന്നത്. ഇനി ഒരു പ്രശ്നമുണ്ട്, ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു കേസുകളുടെ പരിഗണന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അതേസമയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവർക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി അംഗങ്ങളെ പറ്റി നോക്കാം, കോമ്പോസിഷനെ പറ്റി നോക്കാം. ദ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇസ് എ മൾട്ടി മെമ്പർ ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് എ ചെയർപേഴ്സൺ ആൻഡ് 2 members. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ് ഉണ്ടാകാറുള്ളത്. ദ ചെയർപേഴ്സൺ ഷുഡ് ബി എ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓർ എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്, ഹൈക്കോർട്ടിൻ്റെ അതായത് റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഒരു ജഡ്ജോ ആകാം. ഇനി ബാക്കി മെമ്പേഴ്സിനെ പറ്റി പറയുകയാണ്. ഒരു മെമ്പർ ആരാണ്? സെർവിങ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്, ഇപ്പോൾ സെർവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ് ആകാം, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ് ആകാം. ഈ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? അദ്ദേഹം മിനിമം 7 years എക്സ്പീരിയൻസ് വേണം ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട്. ഇനി ഇപ്പം നമ്മൾ 2 പേരുടെ കാര്യം പറയും. ഇനി 3ാമത്തെ ആളുടെ കാര്യം എന്താണ്? എ പേഴ്സൺ ഹാവിങ് നോളജ് ഓർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വിത്ത് റെസ്പെക്ട് ടു ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ കേസുകൾ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്, ഇതുമായിട്ട് അനുഭവ സമ്പത്തുള്ളൊരു വ്യക്തിയാണ് 3ാമത്തെ വ്യക്തി. ഇനി നമ്മുടെ ഈ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് M. പരീത് പിള്ള. 1998 ഒക്ടോബർ 11 നിലവിൽ വന്നത്. ജസ്റ്റിസ് M. പരീത് പിള്ളയാണ് ആദ്യ ചെയർമാൻ. ഇനി ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആൻ്റണി ഡൊമിനിക് ആണ്. ഇനി അപ്പോയിൻമെൻറ്റ് ആരാണ് നടത്തുന്നത്? ഗവർണറാണ്. ഇനി അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവരെ നാമനിർദ്ദേശം ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആരൊക്കെയാണ് ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചീഫ് മിനിസ്റ്ററാണ് ഈ കമ്മിറ്റിയുടെ ഹെഡ്. കൂടാതെ ആരൊക്കെയാണ് ഉണ്ടാകുന്നത്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കർ ഉണ്ടാകും, സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഉണ്ടാകും, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ടാകും ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ. ഇനി ഇൻ കേസ് ഓഫ് എ സ്റ്റേറ്റ് ഹാവിങ് എ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിയമനിർമ്മാണ സമിതി ഉള്ള സംസ്ഥാനങ്ങളാണെങ്കിൽ സമിതിയുടെ ചെയർമാൻ അതോടൊപ്പം തന്നെ സമിതിയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ അവർ 2 പേരും കൂടെ കാണും.
ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു ഒരു സിറ്റിംഗ് അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യണം. സെക്കൻഡ് മെമ്പർ ആണല്ലോ. അപ്പം അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യം വരുമ്പോൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെ മാത്രമേ പാടുള്ളൂ? only after consultation with the Chief Justice of High Court of the concerned state. അതത് സംസ്ഥാനത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ. ഇനി ടേം എത്ര വർഷമാണ്? 3 വർഷ കാലാവധിയാണ്. അമെൻമെൻറ്റ് വഴിയാണ് മാറ്റിയത്. 3 വർഷമാണ് കാലാവധി, അല്ലെങ്കിൽ 70 വയസ്സ് അറ്റൈൻ ചെയ്യുന്ന കാലത്തോളം. ഫർദർ എംപ്ലോയ്മെൻറ്റ് പറ്റുമോ? ദേ ആർ എലിജിബിൾ ഫോർ റീഅപ്പോയിൻമെൻറ്റ് after their tenure. The chairperson and members are not eligible for further appointment under state government or central government. ഇതേ കമ്മീഷനിൽ തന്നെ റീഅപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ കാലാവധിക്ക് ശേഷം മറ്റ് ജോലികൾ, മറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിലായാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായാലും ജോലികളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അടുത്തതായി റിമൂവലിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. They can be removed only by the president, not by the governor. സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അംഗങ്ങളെ പ്രസിഡൻ്റാണ് റിമൂവ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു. The president can remove them on the same grounds and in the same manner as he can remove the chairperson or the member of National Human Rights Commission. ദേശീയ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അംഗങ്ങളെ റിമൂവ് ചെയ്യുന്ന അതേമാതിരി തന്നെയാണ് സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അംഗങ്ങളെയും റിമൂവ് ചെയ്യുന്നത്. The president can also remove the chairperson or a member on the ground of proved missing. അല്ലാതെ റിമൂവ് ചെയ്യേണ്ട കണ്ടീഷൻസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പാപ്പരായി തെളിയിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഇവർ ഗവൺമെൻറ് അറിയാതെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ, കറപ്റ്റ് പ്രാക്ടീസസിൽ ഏർപ്പെട്ടാൽ, ഇതൊക്കെ മറ്റ് കണ്ടീഷൻസ് ആണ്. പ്രസിഡന്റ് റിമൂവ് ചെയ്യാൻ ഉള്ള ഒരു അഡീഷണൽ ക്രൈറ്റീരിയ എന്താണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രസിഡന്റിന് ഈ കാര്യം ആരുടെ പരിഗണനയ്ക്ക് വിടാം? സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വിടാം. സുപ്രീം കോടതി ഒരു എൻക്വയറി കമ്മിറ്റിയൊക്കെ രൂപീകരിക്കും. അവർ എൻക്വയറി കമ്മിറ്റി രൂപീകരിച്ച് ഈ വ്യക്തി, നമ്മൾ കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിച്ച വ്യക്തി, അദ്ദേഹം പ്രൂവ്ഡ് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടാൽ സുപ്രീം കോടതിക്ക് അഡ്വൈസ് ചെയ്യാം, പ്രസിഡന്റിനോട് ധൈര്യമായിട്ട് റിമൂവ് ചെയ്തോളൂ എന്ന് അഡ്വൈസ് ചെയ്യാം. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് സാലറി ആൻഡ് അലവൻസസ്. അപ്പോൾ സാലറി ആൻഡ് അലവൻസസ് ആൻഡ് അതർ കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് ദ ചെയർപേഴ്സൺ ഓർ എ മെമ്പർ ആർ ഡിറ്റർമൈൻഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇവരുടെ സാലറിയും അലവൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്, അല്ലേ? ഇന്ത്യയിൽ RTI നിലവിൽ വന്നത് ഒത്തിരി പോരാട്ടങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഫലമായി 2005 ഒക്ടോബർ 12-നാണ്. ഇതിൻ്റെ ഫലമായി കേന്ദ്രത്തിൽ ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷനുണ്ട്. അതിന് ബദലായി എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും നിലവിൽ വന്നു. അങ്ങനെ കേരളത്തിൻ്റെ ഇൻഫർമേഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19-നാണ്. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? പ്രധാനമായിട്ടും ഇവർക്ക് കിട്ടുന്ന കംപ്ലയിൻസ് പരിഹരിക്കുക, അപ്പീൽസിനെ തീർപ്പാക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ കോമ്പോസിഷൻ നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനം. അതായത് നിയമപ്രകാരം പറയുന്നത് ഒരു സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ആകാമെന്നാണ്. എന്നാൽ കേരളത്തിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 5 ഇൻഫർമേഷൻ കമ്മീഷണർമാരുമാണ് ഉള്ളത്. നമ്മുടെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ് ആദ്യത്തെ ആൾ. ഇപ്പോഴത്തെ പ്രസന്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് വിശ്വാസ് മേത്തയാണ്. ഇനി ഇവരെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? സംശയമൊന്നും വേണ്ട, ഗവർണർ തന്നെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് പോലെ ഒരു റെക്കമെൻഡേറ്ററി കമ്മീഷനുണ്ട്. ആ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നിയമിക്കപ്പെടുന്നത്. അപ്പോൾ ഈ കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളത്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ റെക്കമെൻഡേറ്ററി കമ്മീഷനെയും ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ആ കമ്മീഷനെയും തമ്മിൽ തിരിച്ചു ചോദിക്കാം. അപ്പോൾ ഇതിൽ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് അറിയേണ്ടത് ആവശ്യമാണ്. ആദ്യമായിട്ട് ചീഫ് മിനിസ്റ്ററാണ്, കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്ററാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ. പിന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ കാണും. പിന്നെ CM പറയുന്ന ഒരു സ്റ്റേറ്റ് ക്യാബിനറ്റ് മിനിസ്റ്ററും കാണും. അപ്പോൾ എത്ര പേരാണ്? ചീഫ് മിനിസ്റ്ററാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ടാകും. പിന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സംസ്ഥാന ക്യാബിനറ്റ് മിനിസ്റ്ററും ഉണ്ടാകും. ഇനി ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കിയാലോ. ഒരുപാട് സബ്ജക്ട്സ് പറയുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ അല്ല അവർ പ്രതീക്ഷിക്കുന്നത്. ഒരു വൈഡ് റേഞ്ച് ഓഫ് ഏരിയയിൽ നോളജ് ഉള്ള ആൾക്കാരെയാണ് അവർക്ക് ആവശ്യം. ഉദാഹരണം ലോ, സയൻസ് ആൻഡ് ടെക്നോളജി, സോഷ്യൽ സർവീസ്, മാനേജ്മെൻറ്റ്,
ജേർണലിസം, മാസ് മീഡിയ, അഡ്മിനിസ്ട്രേഷൻ, ഗവേണൻസ്, അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ഈ മേഖല ചോദിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇവർ ആരൊക്കെ ആയിരിക്കരുത് എന്ന് അടുത്ത സെൻറ്റൻസിൽ പറയുന്നുണ്ട്. നോക്കൂ, ക്വാളിഫിക്കേഷൻ്റെ അവസാനത്തെ സെൻറ്റൻസ് ഇവർ MP ആയിരിക്കരുത്, MLA ആയിരിക്കരുത്. അതുമാത്രം അല്ല, മറ്റ് ഓഫീസ് ഓഫ് പ്രോഫിറ്റൊന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല, മറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ബന്ധമുള്ളവരാകാൻ പാടില്ല. ഇനി അടുത്ത് ടേം, എത്ര കാലയളവിലേക്കാണ് ഇവർ ഓഫീസ് പദവിയിൽ തുടരുന്നത്? ഒരു അമെൻമെൻറ്റിന് ശേഷമാണ് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നിടത്തോളം കാലമാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർമാരും സംസ്ഥാനത്ത് പദവിയിൽ തുടരുന്നത് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ 65 വയസ്സ് വരെ ഇവർക്ക് പദവിയിൽ തുടരാം. ഇനി സാലറിയും അലവൻസസും എല്ലാം തന്നെ തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇതെല്ലാം വളരെ വിവാദകരമായ ഒരു അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2 പ്രൊവിഷൻസും വന്നത്. അതുകൊണ്ട് ഓർമ്മിക്കുക, ടേം സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കുന്നതായിരിക്കും, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണറിൻ്റെയും അതുപോലെ തന്നെ സാലറി തീരുമാനിക്കുന്നതും സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്, സ്റ്റേറ്റിൻ്റെ ആയാലും. ഓക്കെ, നമുക്ക് കേരള സ്റ്റേറ്റ് വനിതാ കമ്മീഷൻ നോക്കാം. ഈ ഒരു ഭാഗം കുറച്ചുകൂടെ വിശദമായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ ആ സമയത്ത് ആ ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു പോകും. അവിടെ ആക്ടിൻ്റെ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്ഷൻസും അതിൽ പറയുന്ന കാര്യങ്ങളും മീറ്റിങ്ങിൻ്റെ കോറം അങ്ങനെ മുതലായ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ കവർ ചെയ്യും. നമുക്ക് ഈ കേരള ഗവേണൻസിൽ ആക്ച്വലി അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ്, അതിൽ ആരൊക്കെയാണ് അംഗങ്ങൾ, അവരുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, ആ ഒരു കാര്യമാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. അപ്പോൾ കേരള സ്റ്റേറ്റ് വിമൻസ് കമ്മീഷൻ രൂപീകൃതമാകുന്നത് 1996 മാർച്ച് 14-നാണ്. പക്ഷേ ഇതിനു മുമ്പേ നമ്മൾ അതിൻ്റെ എഫേർട്ട് തുടങ്ങിയതായിരുന്നു. യഥാർത്ഥത്തിൽ 1990-ൽ കേരള വനിതാ കമ്മീഷൻ ബില്ല് നമ്മൾ നിയമസഭയിൽ കൊണ്ടുവന്നതാണ്. നമ്മൾ പൊളിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്, ഗവർണർക്ക് ബില്ല് പാസ്സാക്കാം, വിത്ത്ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാ കയ്യിൽ വെച്ചിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഗവർണർക്ക് പ്രത്യേകമായിട്ട് പ്രസിഡന്റിന് അയച്ചു കൊടുക്കാം, പ്രസിഡന്റിൻ്റെ അനുമതിക്ക് വേണ്ടി അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം. ആ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. 1990-ൽ നമ്മൾ അവതരിപ്പിച്ച ബില്ല്, അത് അവതരിപ്പിച്ചത് ശ്രീ KR ഗൗരി അമ്മയുടെ നേതൃത്വത്തിലായിരുന്നു. അവരായിരുന്നു അന്ന് മിനിസ്റ്റർ ഓഫ് സോഷ്യൽ വെൽഫെയർ, ആ മിനിസ്റ്റർ കൈകാര്യം ചെയ്തിരുന്നത് ഇദ്ദേഹമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അത് പ്രസിഡന്റിൻ്റെ അനുമതിക്ക് വേണ്ടി കൊടുക്കുകയും 5 വർഷം നമ്മൾ കാത്തിരിക്കുകയും ചെയ്തു. ഒടുവിൽ 1995 സെപ്റ്റംബർ 15-നാണ് ഇത് പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒപ്പിട്ട് ലഭിക്കുന്നത്. അങ്ങനെയാണ് അടുത്ത വർഷം 1996 മാർച്ച് 14-ന് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമുക്ക് സാധാരണയായി ഊഹിക്കാവുന്ന വനിതകളുടെ സർവ്വതോന്മുഖമായ എല്ലാ വളർച്ചയ്ക്കും വികാസത്തിനും അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതും എല്ലാ ഫംഗ്ഷൻസും കേരള വനിതാ കമ്മീഷൻ നടപ്പിലാക്കുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് വായിച്ചു നോക്കാം. ഇറ്റ് performs on all matters relating to women's problem. Commission inquires into the complaints of any unfair practice and take on decision. Then the commission will recommend to the government and what action to be taken in that matter. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഉപദേശിക്കുകയും ചെയ്യും. വനിതകളുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങൾ, പരിപാടികളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഉപദേശിക്കുകയും ചെയ്യും. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെന്നിരിക്കട്ടെ, എന്തെങ്കിലും കേസ് വരികയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ് ഉണ്ട്. അതിന് ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വനിതകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഇതിൻ്റെ കോമ്പോസിഷൻ നമുക്ക് നോക്കാം. ഇതിന് ഒരു ചെയർപേഴ്സണും 4 മെമ്പേഴ്സും ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ കറണ്ട് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് P. സതീദേവിയാണ്. ആദ്യത്തെ ചെയർപേഴ്സൺ 1996-ൽ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ പ്രശസ്ത കവയത്രിയായ സുഗതകുമാരി ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷ. ഇനി ജസ്റ്റിസ് D. ശ്രീദേവിയാണ് 2 തവണ ചെയർപേഴ്സൺ സ്ഥാനത്ത് ഇരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫാക്ട്സ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഇനി ഈ കമ്മീഷന് 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഒരു ഇൻക്വയറി വിങ് ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ വിങ് ഉണ്ട്. രണ്ടാമത്തത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ചുമതലകൾ വഹിക്കാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ മെമ്പർ സെക്രട്ടറിയാണ് അതിൻ്റെ ചുമതല വഹിക്കുന്നത്. 51 സ്റ്റാഫാണ് ഇതിന് മൊത്തത്തിലായിട്ടുള്ളത്. ഇനി നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിലോട്ട് വരികയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ പ്രധാനപ്പെട്ടത്. സ്പീഡി ആയിട്ട് റിഡ്രസൽ നടക്കാൻ നമ്മളിപ്പോൾ സാധാരണ കോടതിയിലൊക്കെ ഒരു കേസ് കൊടുത്ത് കാത്തിരുന്ന് ഒരുപാട് വർഷം വേണ്ടി വരും അതിൻ്റെ റിസൾട്ട് കിട്ടാൻ. അതുകൊണ്ട് വനിതാ കമ്മീഷന് ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ് ഉണ്ട്. പരാതി പരിഹാരത്തിന് വേണ്ടി SP റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും ഇതിൻ്റെ ഡയറക്ടർ.
അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു CI ഉണ്ടായിരിക്കും, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരിക്കും, ഒരു വനിതാ SI ഉണ്ടായിരിക്കും, 2 വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഉണ്ടായിരിക്കും, 2 പുരുഷ പോലീസ് കോൺസ്റ്റബിൾസും ഉണ്ടായിരിക്കും. ഇത്രയും പേര് അടങ്ങുന്നതാണ് ആ ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലിരിക്കട്ടെ. ഇനി വർഷമാണ് എന്നുള്ളത് മനസ്സിലിരിക്കട്ടെ. ഇത് തിരിച്ചു ചോദിക്കാം. കേന്ദ്രത്തിന്റെ കാര്യം എടുത്താൽ അവിടെയും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി തന്നെയാണ്, കേരളത്തിന്റെ കാര്യം എടുത്താലും ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി തന്നെയാണ്. അങ്ങനെ അല്ലാത്ത കുറച്ച് ബോഡികൾ ഇനി നമ്മൾ പഠിക്കും. അതായത് കേന്ദ്രത്തിൽ ഭരണഘടനാ പദവിയുള്ളതും കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ബോഡികളെ ഇനി നമ്മൾ പരിചയപ്പെടാം. അടുത്ത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. നമുക്കറിയാം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ പൊളിറ്റിയിൽ പഠിക്കുന്നതാണ്. പാർട്ട് 15 ആർട്ടിക്കിൾ 324 തൊട്ട് 329 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്ത് അവർക്ക് കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ലോക്സഭ ഇലക്ഷൻ നടത്തുക, രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷൻ നടത്തുക, പ്രസിഡന്റിന്റെ ഇലക്ഷൻ, വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ, സംസ്ഥാന നിയമസഭ ഇലക്ഷൻ. ആ സമയത്ത് നമുക്ക് പഞ്ചായത്ത് രാജ് സിസ്റ്റം ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ മൊത്തം ഒരു യൂണിഫോം ആയിട്ട് നിലവിലുണ്ടായിരുന്നില്ല. 73-74 ഭരണഘടനാ ഭേദഗതികൾ പാസ്സായതിനു ശേഷം സംസ്ഥാന തലത്തിൽ പഞ്ചായത്ത് രാജ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനുകൾ രൂപീകൃതമാകുന്നത്. അങ്ങനെ 1993 ഡിസംബർ 3-നാണ് കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ 73-74 ഭരണഘടനാ ഭേദഗതി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി കേരളത്തിന് 1994-ലാണ് നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കുന്നത്. അതിലെ കുറച്ച് സെക്ഷൻസിന്റെ അടിസ്ഥാനത്തിലും ഭരണഘടനയുടെ 73-74 ഭരണഘടനാ ഭേദഗതി, അതായത് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന പാർട്ടിനുള്ളിലെ ആർട്ടിക്കിൾ 243K പഞ്ചായത്തുകൾക്ക് വേണ്ടി, ആർട്ടിക്കിൾ 243 മുനിസിപ്പാലിറ്റി നഗരപാലിക ആ ഭാഗത്ത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയും ആണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായിട്ടുള്ളത്. ചുമതലകൾ കണ്ടോ? ഫംഗ്ഷൻ. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിംഗ് ഇലക്ഷൻസ് ഫോർ അർബൻ ലോക്കൽ ബോഡീസ് ലൈക്ക് മുനിസിപ്പാലിറ്റീസ്, മുനിസിപ്പൽ കോർപ്പറേഷൻസ്, പഞ്ചായത്ത്സ് ആൻഡ് എനി അതർ സ്പെസിഫൈഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ഷൻസ് നടത്തണം. ഇതാണ് ഡ്യൂട്ടി. ഇനി ഇതിന്റെ കോമ്പോസിഷൻ നോക്കാം. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് ഹെഡഡ് ബൈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ആസ് മെനി മെമ്പേഴ്സ് ആസ് സ്പെസിഫൈഡ് ഇൻ ദ സ്റ്റേറ്റ് ആക്ട്. സംസ്ഥാന ആക്ടിൽ പറയുന്നത് പോലെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടാകും. അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ആക്ടിൽ എത്ര പേര് പറയുന്നുണ്ടോ അത്രയും എണ്ണം അല്ലാത്ത കമ്മീഷണർമാരും ഉണ്ടാകും. ഇനി ഇവരെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവർണറാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ IAS ആണ്. ഇനി ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? MSK രാമസ്വാമിയാണ്. ഇനി ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ടായിരിക്കും. അത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെ പ്രതിനിധീകരിക്കാൻ വേണ്ടി അതത് സംസ്ഥാനങ്ങളിൽ നിയമിക്കപ്പെടുന്ന വ്യക്തികളാണ്. അദ്ദേഹത്തിനായിരിക്കും ഇവിടുത്തെ ലോക്സഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ചുമതല. അത് ഇപ്പോൾ സഞ്ജയ് കൗളാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇവരെ റിമൂവ് ചെയ്യുന്നത്? നമ്മൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്ന അതേ പ്രൊസീജിയറിലാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ റിമൂവ് ചെയ്യുന്നത്. അതുപോലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ റിമൂവ് ചെയ്യുന്നത് സംസ്ഥാന ഹൈക്കോർട്ട്, അതായത് ഹൈക്കോടതികളുടെ ജഡ്ജിയെ എങ്ങനെയാണോ റിമൂവ് ചെയ്യുന്നത് അതേ പ്രൊസീജിയർ തന്നെയായിരിക്കും. സെയിം പ്രൊസീജിയർ തന്നെയാണ് സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യാൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു ജഡ്ജിയെ എങ്ങനെ റിമൂവ് ചെയ്യും അതേ പ്രൊസീജിയറിലാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ വികാസ് ഭവനാണ്. ഓക്കെ, അടുത്ത കമ്മീഷൻ കേരള ഫിനാൻസ് കമ്മീഷനാണ്. നമ്മൾ പൊളിറ്റിയിൽ കേന്ദ്ര ഫിനാൻസ് കമ്മീഷനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കും. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 280 അടിസ്ഥാനത്തിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. നമ്മൾ ക്വാസി ജുഡീഷ്യൽ ബോഡി എന്താണെന്ന് പഠിച്ചു.
പ്രസിഡന്റാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആവശ്യമെന്ന് തോന്നുന്ന കാലയളവിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെടും. സാധാരണ 5 മെമ്പേഴ്സ് ആയിരിക്കും കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തുകൊണ്ട് കേന്ദ്രത്തിന്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസം പറയാനാണ്. കേരള ധനകാര്യ കമ്മീഷനിലെ 3 അംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. കേരള ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1994 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഒരു ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. നോക്കാം. അണ്ടർ ക്ലോസ് 1 ഓഫ് ആർട്ടിക്കിൾ 243I and Y of the Constitution of India, read with the sections 186 of the Kerala Panchayat Raj Act 1994 and section 205 of the Kerala Municipalities Act 1994. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞ ആ പാർട്ടിൽ 243I ഫോർ പഞ്ചായത്ത് രാജ് പഞ്ചായത്തുകൾക്ക് ആൻഡ് 243Y ഫോർ മുനിസിപ്പാലിറ്റി നഗർ പഞ്ചായത്തുകൾക്ക് വേണ്ടി കേരള സംസ്ഥാന ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്നു. ഇനി നമ്മുടെ ആക്ടിലോട്ട് വരികയാണെങ്കിൽ കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 സെക്ഷൻ 186 എന്താണ് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട സംസ്ഥാന ഫിനാൻസ് കമ്മീഷനെ പറ്റി പറയുന്നത്. കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് 1994 സെക്ഷൻ 205. ഈ കാര്യങ്ങളൊന്ന് മനസ്സിൽ ഓർമ്മിക്കുക. ഇനി എന്താണ് ഫംഗ്ഷൻ എന്ന് നോക്കാം. ടു സ്റ്റഡി ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ പഞ്ചായത്ത്സ് ആൻഡ് ദ urban ലോക്കൽ ബോഡീസ് ആൻഡ് ടു മേക്ക് റെക്കമെൻഡേഷൻസ് ടു ദ ഗവർണർ. കേരളത്തിലുള്ള പഞ്ചായത്തുകളുടെ സാമ്പത്തിക അവസ്ഥ പഠിക്കുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഗവർണർക്ക് റെക്കമെൻഡേഷൻ സമർപ്പിക്കുകയും ചെയ്യുക. അതാണ് ദൗത്യം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് SM വിജയാനന്ദാണ്. അതുകൂടാതെ 2 അംഗങ്ങളും ഉണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ 3 മെമ്പേഴ്സാണ് ഉള്ളത്. ഇനി തൊട്ട് മുമ്പത്തെ, അതായത് 5ാമത്തെ ഫിനാൻസ് കമ്മീഷനായിരുന്നു മുമ്പത്തേത്. ഇപ്പോഴത്തേത് 6ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ്. 5ാമത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഡോക്ടർ BA പ്രകാശ് ആയിരുന്നു. 4ാമത്തേത് പ്രൊഫസർ MA ഉമ്മൻ ആണ്. 3ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KV രവീന്ദ്രൻ നായർ. 2ാമത്തേത് പ്രഭാത് പട്നായിക്. 1ാമത്തെ അതായത് ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ PM എബ്രഹാം ആണ്. ഇതിൽ എപ്പോഴും ചോദിക്കാൻ സാധ്യത ആദ്യത്തേതും ഇപ്പോഴത്തേതുമാണ്. അപ്പോൾ ആദ്യത്തേത് PM എബ്രഹാം, ഇപ്പോഴത്തേത് SM വിജയാനന്ദ്. ഇത്രയും ഓർമ്മിക്കുക. അടുത്തതായി കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ ഇതിന് ബദലായിട്ട് നമുക്ക് സാധാരണ നമ്മൾ പറയുന്നത് പോലെ തന്നെ കേന്ദ്രത്തിലൊരു ബാലാവകാശ കമ്മീഷനുണ്ട്. അപ്പോൾ കേന്ദ്ര ബാലാവകാശ കമ്മീഷനായാലും കേരളത്തിലുള്ള ബാലാവകാശ കമ്മീഷനായാലും നിലവിൽ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് 2005 പാസ്സാക്കുകയുണ്ടായി. ബാലാവകാശ സംരക്ഷണ നിയമം 2005 വളരെ പ്രധാനപ്പെട്ടതാണ് വർഷവും. അത് പ്രകാരം കേന്ദ്രത്തിൽ ബാലാവകാശ കമ്മീഷൻ രൂപീകൃതമാകുന്നത് 2007 മാർച്ച് 5-നാണ്. ഈ ബാലന്മാർ അല്ലെങ്കിൽ ബാലികമാരെന്ന് പറയുന്നത് 0 തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ ഒരു കാറ്റഗറിക്കുള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ വന്നപ്പോൾ ഒത്തിരി വൈകി 2013 ഓർമ്മിക്കുക. ഇനി നമുക്ക് നോക്കാം ഈ ആക്ട് സ്റ്റാറ്റ്യൂട്ടറി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. ക്രിയേറ്റഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് 2005 ആൻഡ് ദ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് റൂൾസ് 2012. അപ്പോൾ 2005 വന്ന ഈ നിയമത്തിനെ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ 2012 ഒരു ചട്ടം ഉണ്ടാക്കി എന്നുള്ളത് ഓർമ്മിക്കുക. ഓക്കെ, നാഷണൽ ലെവലിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും 7 അംഗങ്ങളാണുള്ളത്. അത് ഒന്ന് മനസ്സിൽ ഓർമ്മിക്കുക. ഇനി നമുക്കിതിൻ്റെ ഫങ്ഷൻസിലോട്ട് വരാം. നേരത്തെ വനിതാ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ വളർച്ചയും വികാസവും അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇതാണ് കമ്മീഷൻ്റെ ദൗത്യം. നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രൊട്ടക്ടിംഗ് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് പ്രൊമോട്ടിംഗ് ദെയർ ബെസ്റ്റ് ഇൻട്രസ്റ്റ്, ദ കമ്മീഷൻ സീക്സ് ടു എൻഷുർ ദാറ്റ് ഓൾ ലോസ്, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇൻ ദ സ്റ്റേറ്റ് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ child rights perspective enshrined in the Constitution of India and the UN Convention on the Child Rights of the Child 20th November 1989 ഈ UN കൺവെൻഷൻ വരുന്നത്. ഇത് പ്രത്യേകം ഓർമ്മിക്കുക. മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്ന കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങൾ നടപ്പിലാക്കുക. UN Convention on the Rights of the Child 1989 നവംബർ 20 പാസ്സാക്കുകയും 1992 ഇന്ത്യ അതിൻ്റെ ഭാഗമാകുകയും ചെയ്ത ഇത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ കമ്മീഷൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് പോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചത് ചിൽഡ്രൻ എന്ന് പറയുന്നത് 0-നും 18 വയസ്സിനും ഇടയ്ക്കുള്ള ഇൻഡിവിജ്വൽസ് ആണ്. While commission gives equal importance to the rights of all children, it gives special attention to the issues of children who are from vulnerable communities. അതായത് അധസ്ഥിത വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള സെക്ഷൻസിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ ശ്രദ്ധ ഇവർ ചെലുത്തും. ഓക്കെ, ഇനി അടുത്ത കോമ്പോസിഷൻ നോക്കാം. ഇറ്റ് കംപ്രൈസസ് ഓഫ് എ ചെയർപേഴ്സൺ ആൻഡ് 6 മെമ്പേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രത്തിലായാലും
കേരളത്തിലായാലും അല്ലെങ്കിൽ സംസ്ഥാനത്തിലായാലും 7 അംഗങ്ങളാണുള്ളത്. ഇനി ഇതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനുണ്ട്. അതിന് ഒരു സെക്രട്ടറി ഓഫ് ആ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും അതിൻ്റെ ചുമതല വഹിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം മാത്രമല്ല, ഫിനാൻസ് വിങ് ഉണ്ട്, കംപ്ലൈൻസ്, മീഡിയ, പിന്നെ അതുപോലെ പോക്സോ ഒരു സെല്ലുണ്ട്, ഒരു RTE സെല്ലുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇനി അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതാണ് RTE സെല്ല്. അതുപോലെ തന്നെ പോക്സോ ആക്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് കൂടെയാണ് ഇതിൻ്റെ ചുമതല. ഇനി ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ശ്രീ KV മനോജ് കുമാറാണ്. കേന്ദ്രത്തിന്റെ കാര്യം വന്നാൽ പ്രിയങ്ക് കനുൻഗോ ആണ് ഇപ്പോഴത്തെ കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ പവേഴ്സ് എന്തൊക്കെയാണ്? പവേഴ്സ് എന്ന് പറയുന്നത് CPCR ആക്ട്, നമ്മുടെ ബാലാവകാശ കമ്മീഷൻ ആക്ടിന്റെ സെക്ഷൻ 14 പറയുന്ന അതനുസരിച്ച് ഇതിനൊരു സിവിൽ കോടതിയുടെ, നേരത്തെ നമ്മൾ ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ ഇതിനൊരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട്. അതുപോലെ തന്നെ കേസുകൾ വരുമ്പോൾ ഇവർക്ക് എൻക്വയറി ചെയ്യാൻ വേണ്ടി നമ്മുടെ ബാലാവകാശ കമ്മീഷൻ ആക്ട് 2005 സെക്ഷൻ 15 ഇവർക്ക് അധികാരം കൊടുക്കുന്നത്. ഇനി ഒരു കാര്യം ആലോചിക്കേണ്ടത്, കേന്ദ്രത്തിന്റെ കാര്യം വരുമ്പോഴത്തേക്കും 3 വർഷമാണ് കാലാവധി. അതുപോലെ അവർക്ക് 65 വയസ്സ് വരെ ചെയർമാൻ ആണെങ്കിൽ ഇരിക്കാം. സാധാരണ മെമ്പേഴ്സിനാണെങ്കിൽ 60 വയസ്സ് വരെ ആയിരിക്കും കാലാവധി എന്ന് പറയുന്നത്. അടുത്തതായി സംസ്ഥാന SC/ST കമ്മീഷനാണ്. ഇവിടെ പ്രത്യേകിച്ച് ഓർമ്മിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്. അതായത് കേന്ദ്രത്തിൽ പല അമെൻമെൻറ്റുകളിലൂടെ SC/ST OBC കമ്മീഷനുകൾക്ക് ഭരണഘടനാ പദവി കൊടുത്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ SC/ST OBC കമ്മീഷൻസിനൊന്നും തന്നെ ഭരണഘടനാ പദവി ഇല്ല. 2007 സ്റ്റേറ്റ് SC/ST കമ്മീഷൻ നിലവിൽ വരുന്നത്. അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ചെയർമാനും 2 അംഗങ്ങളുമാണ്. പ്രസൻറ്റ് ചെയർമാൻ എന്ന് പറയുന്നത് BS മാവോജി. ഇനി ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഭവനാണ്. ഇനി ഇവരുടെ ടേം എന്ന് പറയുന്നത് 3 വർഷ കാലാവധിയാണ്. എന്താണ് ഇവരുടെ മിഷൻ, വിഷൻ അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. SC/ST വിഭാഗത്തിൻ്റെ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, എംപവർമെൻ്റ് ആണ് ഇവരുടെ വിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോഡേണൈസേഷൻ ഓഫ് ലൈഫ് സ്റ്റൈൽ ബൈ കൺസേർവിംഗ് ദ കൾച്ചർ, പ്രിസർവേഷൻ ഓഫ് ട്രഡീഷണൽ നോളജ്, ടോട്ടൽ ലിറ്ററസി, ലാൻഡ് ഫോർ ലാൻഡ്ലെസ്, ഹോം ഫോർ ഹോംലെസ്, ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് ഫോർ ലൈവ്ലിഹുഡ്, ടോട്ടൽ ഹെൽത്ത് കെയർ, residential education for reducing the rate of dropouts, vocational training for more employment, sustainable development for regular income, total care, etc. മനസ്സിലായതുപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്നോണമാണ്, അല്ലെങ്കിൽ SC/SC വിഭാഗങ്ങൾ മൊത്തത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു പരിഹാരം എന്നോണമാണ് ഈ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ഈ കമ്മീഷൻ നിലവിൽ വരാനുണ്ടായ സാഹചര്യത്തിൻ്റെ ഒരു ചെറിയ ചരിത്രം നമുക്ക് പരിശോധിക്കാം. 1923 തിരുവിതാംകൂറിൽ ഡിപ്രസ്ഡ് ക്ലാസസിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു കമ്മീഷൻ വേണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് വേണം എന്നുള്ള ആലോചനകൾ തുടങ്ങിയത്. ഇങ്ങനെ ഈ ഒരു ചുമതല ഇവരുടെ പ്രത്യേക പരിഗണനയ്ക്കും ഇവരുടെ വളർച്ചയ്ക്കും വേണ്ടിയുള്ള ചുമതല നൽകിയത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അദ്ദേഹത്തിൻ്റെ ചുമതലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 1932 പ്രൊട്ടക്ടർ ഓഫ് ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി തിരുവിതാംകൂറിൻ്റെ കാര്യമാണ്. ഇനി കൊച്ചിയുടെ കാര്യം എടുത്താൽ അവിടെ പ്രൊട്ടക്ടർ ഓഫ് ദി ഡിപ്രസ്ഡ് ക്ലാസസ് വിത്ത് സ്പെഷ്യൽ സ്റ്റാഫ് അത് ഏർപ്പെടുത്തിയത് 1926. അടുത്തതായിട്ട് നമുക്കറിയാം, തിരുവിതാംകൂറും കൊച്ചിയും ഒന്നായി തിരുക്കൊച്ചി നിലവിൽ വന്നത് 1949. ആ സമയത്ത് തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഒരു പ്രൊട്ടക്ടർ ഓഫ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞൊരു ഹെഡ് ക്വാർട്ടേഴ്സ് വരികയാണ്. 2 സംസ്ഥാനങ്ങൾക്കും ഒരുമിച്ച്, തിരുവിതാംകൂറിനും കൊച്ചിക്കും ഒരുമിച്ച് ഒരു ആസ്ഥാനം വരികയാണ്. അപ്പോഴതിൻ്റെ പേര് 1950 വീണ്ടും മാറ്റുകയാണ്. കമ്മീഷണർ ഓഫ് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട് 1950 മാറ്റുകയാണ്. ഇത്രയുമാണ് തിരുവിതാംകൂറിനെയും കൊച്ചിയുടെയും ചരിത്രം. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കയ്യിലായിരുന്നു ആദ്യ ചുമതല. പിന്നെ അത് പ്രൊട്ടക്ടർ ഓഫ് ഡിപ്രസ്ഡ് ക്ലാസസിൻ്റെ കയ്യിലാകുന്നു. കൊച്ചിയുടെ കാര്യം എടുത്താൽ 1926 ഒരു ഡിപ്രസ്ഡ് ക്ലാസസ് ഒരു ഓഫീസ് സ്ഥാപിതമാകുന്നു. 1949 തിരുവനന്തപുരം ആസ്ഥാനമായി പ്രൊട്ടക്ടർ ഓഫ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് വരുന്നു. 1950 അതിൻ്റെ പേര് മാറുന്നു, കമ്മീഷണർ ഓഫ് ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട്. ഇനി മദ്രാസിൻ്റെ കാര്യം എടുത്താൽ നമുക്കറിയാം, മദ്രാസ് ബ്രിട്ടീഷ് പ്രോവിൻസ് ആയിട്ടുള്ള മലബാറിൻ്റെ കാര്യം എടുത്താൽ മലബാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രോവിൻസ് ആയിട്ടുള്ള മദ്രാസിൻ്റെ കീഴിലായിരുന്നു.
കമ്മീഷണർ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു ഓഫീസ് വഹിക്കുന്ന വ്യക്തിയുടെ കീഴിലായിരുന്നു ഇവരുടെ വെൽഫെയറിൻ്റെ ചുമതല. പക്ഷേ 1934 ഈ ചുമതല ആർക്ക് ഡെലിഗേറ്റ് ചെയ്യപ്പെടുകയാണ്? ഡിസ്ട്രിക്ട് കളക്ടറിന് ഡെലിഗേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇനി 1950 പോസ്റ്റ് ഓഫ് ഒരു ഡയറക്ടർ ഓഫ് ഹരിജൻ വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് അവിടെ മദ്രാസിൽ തന്നെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറുകയാണ്. ഇനി കേരളം രൂപീകരിച്ചത് 1956 അതിനുശേഷം നമുക്കൊരു ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുന്നു. അതിൻ്റെ ഫസ്റ്റ് ഡയറക്ടറായിട്ട് ശ്രീ KC കുഞ്ഞിനെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ്. ഇനി നേരത്തെ ഇവിടെ SCക്കും STക്കും ഒരുമിച്ചിട്ടാണ് കേരളത്തിൽ ഒരു കമ്മീഷനുള്ളത്. കേന്ദ്രത്തിൽ അങ്ങനെയല്ല. നാഷണൽ SC കമ്മീഷൻ പ്രത്യേകിച്ചും ST കമ്മീഷൻ പ്രത്യേകിച്ചും രണ്ടും രണ്ടായിട്ട് തന്നെ ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ആക്ടിൻ്റെ കീഴിലാണ് വന്നിട്ടുള്ളത്. കേരള ഗവൺമെൻറ്റിൻ്റെ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആക്ട് 1993 ആക്ടിലെ സെക്ഷൻ 3 പ്രകാരമാണ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് നിലവിൽ വന്നത്. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? നമ്മൾ SCയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട വെൽഫെയർ ആക്ടിവിറ്റീസ് അത് ഗവൺമെൻറ്റിന് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഡ്യൂട്ടി. ഇനി നമുക്കറിയാം OBCക്ക് ഒരു ലിസ്റ്റ് ഉണ്ട് അല്ലേ? OBC ലിസ്റ്റിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ആരൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആയിരിക്കും. ഇനി ഇതിൻ്റെ കോമ്പോസിഷൻ നോക്കാം. ഇതിനൊരു ചെയർമാൻ ഉണ്ടായിരിക്കും. ചെയർമാൻ ആരായിരുന്നിരിക്കണം? ആരായ വ്യക്തിയായിരിക്കണം? ഒന്നുകിൽ സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ഇതിൻ്റെ ചെയർമാൻ. ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഗവർണറെന്നോ അല്ലെങ്കിൽ പ്രസിഡൻ്റെന്നോ എന്ന് പറയുന്നില്ല. ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി ബാക്കി അംഗങ്ങളെ നോക്കാം. ദ സെക്രട്ടറി ടു ദ ഗവൺമെൻറ് ഇൻ ചാർജ് ഓഫ് ദ ബാക്ക്വേർഡ് ക്ലാസസ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ് എക്സ് ഒഫിഷ്യോ ഹു ഷാൾ ബി ദ മെമ്പർ സെക്രട്ടറി ഓഫ് ദ കമ്മീഷൻ. അതായത് ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ബാക്ക്വേർഡ് ക്ലാസസ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി തന്നെയായിരിക്കും ഇതിൻ്റെ എക്സ് ഒഫിഷ്യോ മെമ്പർ സെക്രട്ടറി, കമ്മീഷൻ്റെ എക്സ് ഒഫിഷ്യോ മെമ്പർ സെക്രട്ടറി. ഇനി 2 വ്യക്തികൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നോളജുള്ള 2 വ്യക്തികൾ ഇതിൻ്റെ ഭാഗമായിരിക്കും. അടുത്ത് ഇപ്പോഴത്തെ കറണ്ട് ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് G ശശിധരനാണ്. ടേം എത്രയാണ്? 3 വർഷ കാലാവധിയാണ്. അംഗങ്ങൾ അത്രയും കാലാവധിയിലാണ്, ആ ഒരു കാലയളവിലാണ് ഓഫീസ് ചുമതല വഹിക്കുന്നത്. ഇനി കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. ഗവൺമെൻറ് ഓഫ് കേരള ഹാവ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് Kerala State Commission for Minorities through the Kerala State Commission for Minorities Ordinance 2013 promulgated by Governor of Kerala. 2013 ഓർഡിനൻസ് വഴിയാണ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് വരുന്നത്. പക്ഷേ ഇവർക്ക് വേണ്ട ആക്ട്, അതായത് ഈ ആക്ട് പിന്നെയാണ്, ഓർഡിനൻസ് ആണ് ആദ്യം വന്നത്, പിന്നെയാണ് ആക്ട് വന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകരുത്. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് 2013 വന്നല്ലോ, പക്ഷേ ആക്ട് 2014 എന്ന് കൺഫ്യൂസ്ഡ് ആകരുത്. ഓർഡിനൻസിൻ്റെ പുറത്താണ് വന്നിട്ടുള്ളത്. അണ്ടർ സെക്ഷൻ 3 ഓഫ് ദ ഓർഡിനൻസ് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ്, ഒരു മെമ്പർ സെക്രട്ടറിയും അല്ലെങ്കിൽ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ടായിരിക്കും. ഇനി കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് ആക്ട് 2014 came into force on 15th May 2013. The commission was constituted for the comprehensive educational advancement, welfare, protection and empowerment of minorities in the state. അപ്പോൾ 2014 ആക്ടിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഓർഡിനൻസിൻ്റെ കീഴിലുള്ള കാര്യമായിരുന്നു. ഇനി നമ്മൾ ആക്ടിൻ്റെ പ്രകാരമുള്ള കാര്യങ്ങൾ പറയുകയാണ്. കമ്മീഷന് ഒരു ചെയർമാനും 2 മെമ്പേഴ്സും ഉണ്ടായിരിക്കും. ഇനി മെമ്പേഴ്സിൻ്റെയും ചെയർമാൻ്റെയും എല്ലാ കാലാവധിയും 3 വർഷം തന്നെയാണ്. ഈ കമ്മീഷന് ഒരു സിവിൽ കോർട്ടിൻ്റെ പവറും ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് PK ഹനീഫയാണ്. അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും അവസാനം പഠിക്കാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനാണ്. നമുക്കൊരു സെൻട്രൽ ലെവലിലും അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷനുണ്ട്. എന്തിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ? അതായത് കറണ്ടായിട്ടുള്ള ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ആയാലും സെൻട്രലിൻ്റെ ആയാലും അഡ്മിനിസ്ട്രേറ്റീവ് ഒരു സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ്റെ കാര്യം. ഇനി നമുക്ക് കേന്ദ്രത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് കേരളത്തിലേക്ക് വരാം. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ 1966 ജനുവരി 5 ആദ്യമായിട്ട് രൂപീകരിക്കപ്പെടുന്നത്. മൊറാർജി ദേശായി ആയിരുന്നു ആദ്യ ചെയർമാൻ. പക്ഷേ അദ്ദേഹം പിന്നെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായി പോയപ്പോൾ K ഹനുമന്തനയ്യ എന്ന് പറയുന്ന വ്യക്തിയായി പിന്നെ ചെയർമാൻ. രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ കേന്ദ്രത്തിൽ രൂപീകരിക്കുന്നത് 2005 ഓഗസ്റ്റ് 31 വീരപ്പ മൊയ്ലിയായിരുന്നു രണ്ടാമത്തെ കമ്മീഷൻ്റെ ചെയർമാൻ. അപ്പോൾ ആദ്യത്തേത് മൊറാർജി ദേശായിയാണ് 1966.
അദ്ദേഹത്തിന് ശേഷം അതേ കമ്മീഷണറിൻ്റെ ചുമതല കെ ഹനുമന്തയ്യയ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് 2005 വീരപ്പ മൊയ്ലിക്കായിരുന്നു രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷൻ്റെ ചുമതല. ഇനി കേരളത്തിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ കേന്ദ്രത്തിൽ 2 കമ്മീഷൻസേ ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിൻ്റെ കാര്യം നമുക്ക് നോക്കാം. The Administrative Reforms Commission is constituted to make recommendation to improve the efficiency of the state administrative system. The Commission will review the structure and functioning of the administrative machinery of Kerala and suggest measures for improving its responsiveness, efficiency and effectiveness as required for a welfare state. ഒരു വെൽഫെയർ സംസ്ഥാനത്തിന് വേണ്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ചട്ടക്കൂട് സ്ഥാപിക്കുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ്റെ ലക്ഷ്യം. അതിനുവേണ്ട എല്ലാ റെക്കമെൻഡേഷൻസും ഇവർ നൽകും. The commission is entrusted to make suggestions in 13 core areas of public administration. 13 ഏരിയയിലാണ് ഇവർ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. This ARC is the 4th one since Kerala state formation. കേരളം രൂപീകരിച്ചതിന് ശേഷം 4ാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷനാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. And is constituted with the former Chief Minister ശ്രീ V.S. അച്യുതാനന്ദൻ as chairman. ഇപ്പോഴത്തെ ചെയർമാൻ V.S. അച്യുതാനന്ദനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കേരള ഗവൺമെൻറ് ഹാഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 3 അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മിറ്റി സിൻസ് ഇറ്റ്സ് ഫോർമേഷൻ 1956. അതായത് 1956 രൂപീകൃതമായതിനു ശേഷം ഇപ്പോഴത്തതിനും അതിനുമിടയ്ക്ക് 3 എണ്ണം മുമ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. The first committee under the chairmanship of the first Chief Minister of Kerala, Sri E.M.S. Namboodiripadu, was constituted in 1957. 1957 ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ അല്ലെങ്കിൽ ഭരണ പരിഷ്കാര കമ്മീഷൻ. രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ്റെ കാര്യം നോക്കിയാലോ, ശ്രീ M.K. വെള്ളോടി. അദ്ദേഹം ഒരു ICS ഓഫീസറായിരുന്നു. അതുപോലെ തന്നെ ഹൈദരാബാദ് സംസ്ഥാനത്തിൻ്റെ ഫോർമർ ചീഫ് മിനിസ്റ്ററുമായിരുന്നു. 1965 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ കമ്മിറ്റി വരുന്നത്. ഇനി മൂന്നാമത്തെ കമ്മിറ്റിയുടെ കാര്യം എടുത്താലോ, ശ്രീ E.K. നായനാർ. അദ്ദേഹവും നമ്മുടെ ഫോർമർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. മെയ് 1997 ഇത് രൂപീകരിക്കുന്നത്. നാലാമത്തെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു, 2016 രൂപീകരിച്ചത്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ V.S. അച്യുതാനന്ദനാണ് 4ാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ്റെ ചെയർമാൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കമ്മീഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കമ്മീഷൻസിലെ പലതിനെയും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആക്ട് സെഷനിൽ പഠിക്കും. പക്ഷേ അവിടെയെല്ലാം നിങ്ങൾ പഠിക്കേണ്ടത് സെഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. സെൻട്രലിൻ്റെ ആക്റ്റും സ്റ്റേറ്റിൻ്റെ ആക്റ്റും തമ്മിൽ ചിലപ്പോൾ കമ്പയർ ചെയ്യേണ്ടി വരും. നമ്മൾ കേരള ഗവേണൻസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഭരണത്തിനെ എങ്ങനെ സഹായിക്കുന്നു, അതിൻ്റെ ചട്ടക്കൂട് എങ്ങനെയാണ്, ആരാണ് ചെയർമാൻ, അതിൻ്റെ പബ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. താങ്ക്